ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. നമുക്കൊരു അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കിയാലോ? തേങ്ങ ഒന്നും ചേർക്കാണ്ട് പക്ഷെ നല്ല കുറുന്നനെ കുഴമ്പ് നല്ല കട്ടിയിലൊരു മീൻകറി. അതിനു വേണ്ടി ഒരു ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിക്കുക. 25-30 ചെറിയുള്ളി, 10 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, 2 തക്കാളി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഈ തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി വാടണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായി വാടി ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർക്കാം. നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുളമ്പ് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുളമ്പ് പൊടിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ എല്ലാവരും നോക്കുക. ഇനി 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, ഇതും കൂടി ചേർത്ത് നന്നായി വാട്ടിയതിന് ശേഷം ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് ഈ കറിയിലോട്ടുള്ള ഗ്രേവിയുടെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നാളികേരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറായിട്ട് ഒരു പറ ചോറിനാം, അത്രയ്ക്കും കഴിക്കാം. ഇനി നമുക്ക് ഒരു ചട്ടിയിലോട്ട് 3 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് ചെറിയുള്ളി, ഒരു 20-30 ചെറിയുള്ളി അരിഞ്ഞത്, 10 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, കറിവേപ്പില നന്നായി വാടുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നേരത്തെ ചൂടാറി അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റാണ് ചേർക്കാനുള്ളത്. ആ നേരത്തെ തക്കാളിയും ചെറിയുള്ളിയും കൂടി വാട്ടി അരച്ചു വെച്ച പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ചേർത്തു. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി തിളപ്പിക്കുക. ഇപ്പോഴന്നെ കണ്ടില്ല, നന്നായി കുറുകി വന്നിരിക്കണേ. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ശീലാവ് മീനാണ് എടുത്തിരിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഏത് മീനായാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനത് മീന് നന്നായി കഴുകി മഞ്ഞപ്പൊടി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാൻ പാടില്ല. മീൻ ചേർത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് തിളപ്പിക്കുക. അപ്പൊ നമ്മുടെ മീനിൻ്റെ ഉള്ളിലോട്ട് മസാലകളും ഉപ്പും പുളിയും ഒക്കെ നന്നായി കയറും. അങ്ങനെ 10 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മീൻ കറി എടുക്കുന്ന കണ്ടില്ലേ. ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുമ്പോൾ നമ്മുടെ ആ മീനിന്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും. അതാണ് നമ്മുടെ സ്റ്റേജ്. പിന്നെ നമുക്ക് കറി ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ ഇതുപോലെ മീൻകറി ഉണ്ടാക്കുക. സത്യം പറയാലോ, ഈ മീൻകറി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും 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 ഉണ്ടാക്കി നോക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ചെറിയുള്ളി കൊണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സവാള വലിയ ഉള്ളി ഉപയോഗിച്ചും നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ആദിലക്ഷ്മി കിച്ചൺ വീട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.